ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മുട്ടയും ഉള്ളിയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് പകുതിയായി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവൻ മുട്ടയും എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടിഭാഗം നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരണം. അടിഭാഗം നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗവും നല്ലപോലെ സെറ്റായി കിട്ടണം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസുള്ള 2 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടെടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള കളർ മാറി നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. എരിവ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഞാനിവിടെ ചേർത്ത മുളക് പൊടി നല്ല എരിവുണ്ടായതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർത്തത്. കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലാച്ചെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് നേരം തിളച്ചൊരു ഗ്രേവി പോലെ ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്താൽ മുട്ട മുറിഞ്ഞു പോകും. ഇനി 1 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫൈനലി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോംബോയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്